ഈ മനുഷ്യൻ 200 കിലോ ഭാരമുള്ള കല്ല് പുറത്തുവെച്ച് പുഷപ്പ് ചെയ്യുമായിരുന്നു. അതിലൂടെ അയാളുടെ തോളെല്ലുകൾ ഒരു പക്ഷിയുടെ ചിറകുകൾ പോലെ വിടർന്നു. എന്നാൽ ഇത്രയും ശക്തനും കഴിവുള്ളവനുമായിട്ടും ഗുരു അയാളെ ഇരുമ്പ് ഷൂ ധരിപ്പിക്കുകയും മലയുടെ അടിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അയാൾ മരത്തൊട്ടികളിൽ വെള്ളം നിറച്ച് ആയിരക്കണക്കിന് പടികൾ കയറി മുകളിൽ വെച്ചിട്ടുള്ള വലിയ ഡ്രമ്മിൽ ഒഴിക്കണമായിരുന്നു. ഇരുമ്പ് ഷൂ ധരിച്ച് നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു തവണ അയാൾ പടികളിൽ വീഴുക പോലും ചെയ്തു. തന്റെ മുതിർന്ന ശിഷ്യന്മാർ വളരെ എളുപ്പത്തിൽ വെള്ളം ചുമക്കുന്നുണ്ടെന്ന് അയാൾ ശ്രദ്ധിച്ചു. ഇത് കണ്ടപ്പോൾ അയാൾക്ക് നിരാശ തോന്നി. പക്ഷേ അയാൾ നിശബ്ദമായി ജോലി തുടർന്നു. ഉച്ചയായപ്പോഴേക്കും മറ്റുള്ളവർ അവരുടെ തൊട്ടികൾ നിറച്ചിരുന്നു. എന്നാൽ അയാൾക്ക് ഒരു തൊട്ടിയുടെ പകുതി പോലും നിറയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുതിർന്ന ശിഷ്യന്മാർ അയാളെ കളിയാക്കി. ഗുരു അയാളെ അങ്ങേയറ്റം മടിയനെന്ന് വിളിക്കുകയും ഡ്രം പൂർണ്ണമായി നിറച്ചില്ലെങ്കിൽ ഉടൻ തന്നെ ഷാവോലിൻ ടെമ്പിളിൽ നിന്ന് പുറത്താക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇത് കേട്ട് അയാൾ മുട്ടുകുത്തി മാപ്പപേക്ഷിച്ചു. കാരണം ടെമ്പിളിൽ താമസിച്ച് കുങ്ഫു പഠിക്കുക എന്നതായിരുന്നു അയാളുടെ സ്വപ്നം. പിന്നീട് അയാൾ വീണ്ടും വീണ്ടും വെള്ളം ചുമന്നുകൊണ്ടേയിരുന്നു. ഡ്രം നിറച്ചപ്പോഴേക്കും അയാളുടെ തോളിലെ തൊലി ഉരിഞ്ഞുപോയിരുന്നു. അയാളുടെ കാലുകൾക്ക് അത്രയ്ക്ക് ഭാരം തോന്നിയിരുന്നു. ഒരു ചുവട് പോലും വെക്കാൻ കഴിയില്ലെന്ന് അയാൾക്ക് തോന്നി. അയാൾ വിശ്രമിക്കാനിരുന്നപ്പോൾ ഗുരു വീണ്ടും വന്ന് വിറക് വെട്ടാൻ ആവശ്യപ്പെട്ടു. ഷാവോലിൻ ടെമ്പിളിൽ വന്നിട്ട് 2 വർഷമായിരുന്നു. പക്ഷേ ഒരു ആയോധനകല പോലും അയാൾ പഠിച്ചിരുന്നില്ല. തന്റെ നിരാശ അയാൾ വിറകിൽ തീർത്തു. അപ്പോഴാണ് ഒരു മദ്യപനായ സന്യാസി അതുവഴി കടന്നുപോയത്. സന്യാസി അയാളോട് പറഞ്ഞു, വെള്ളം ചുമക്കുന്നതും വിറക് വെട്ടുന്നതും ഒരു ശിഷ്യന്റെ പരിശീലനത്തിന്റെ ആദ്യപടിയാണ്. ഇത് കേട്ടതും ആ മനുഷ്യൻ കൂടുതൽ അധ്വാനിക്കാൻ തുടങ്ങി. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.